എന്താ പറ്റിയമ്മ? ഞങ്ങളെ അക്വേറിയം ക്ലീൻ ചെയ്യാൻ പോയതാണ്. ക്ലീൻ ചെയ്യാനല്ല, അക്വേറിയത്തിലെ മീനെ കാണാനിരുന്നതാ. അതാ പറഞ്ഞേ, അക്വേറിയത്തിലെ മീനെ കാണാനിരുന്നതാ. അപ്പൊ ഇവൾക്കൊരു സംശയം, അതിൽ കിടക്കുന്ന സക്കൾ ചത്തൂന്ന്. അതിന് ജീവനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അവള് വിശ്വസിക്കണില്ല. അപ്പൊ ഞാൻ ടോർച്ച് അടിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞു. വെറ്റിനറി ഡോക്ടർ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുക. തിരുമുടുക്കുന്നില് ക്രിസ്മസ് ട്രീ കഴിഞ്ഞത് ഇവിടെ ക്രിബ് ഉണ്ടാക്കാൻ വേണ്ടി ട്രീക്ക് ഇവിടെ അമ്മ സ്റ്റാറും ഞാനും മുന്നും കൂടി ചെയ്തു. അപ്പൊ ഇവൾക്ക് വേണ്ടിട്ട് ബാക്കി ഇട്ടതാണ് പുൽക്കൂട്. രാവിലെ കത്രിക പിടിച്ചു കൊടുക്കാനും വള്ളി പിടിച്ചു കൊടുക്കാൻ ഞങ്ങളെല്ലാരും കൂടിയിട്ട് പുൽക്കൂടിന്റെ സാധനങ്ങൾ ഇപ്പൊ ഇവിടെ അറേഞ്ച് ചെയ്യും. ബാക്കി സാധനങ്ങൾ മുന്നേ വാങ്ങി കൊണ്ടുവരും. എന്നിട്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. താഴെ ഉണ്ടാക്കുന്നില്ല, എറയത്ത് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച കയറി കെടുക്കും. പിന്നെ കുറെ പട്ടിക്കുട്ടികൾ പുറത്തുണ്ട്, അവര് വന്ന് ഉണ്ണീശോനൊക്കെ എടുത്തോണ്ട് പോകുന്നൊക്കെയാണ് പറയണേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ മേശാമ ഉണ്ടാക്കാൻ പോവാ. കഴിഞ്ഞ വർഷം നമ്മുടെ ഉണ്ണീശോനെ കട്ടുകൊണ്ടുപോയല്ലോ. ഇല്ല എന്റെ ഉണ്ണീശോനൊന്നും കൊണ്ടുപോയില്ല. ഈ പ്രാവശ്യം കുഞ്ഞിപ്പട്ടികളും വലിയ പട്ടിയൊക്കെ മതിൽ ചാടി വരുന്നുണ്ട്. അപ്പൊ പ്രശ്നമാണ്, ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ കുഞ്ഞിപ്പട്ടികൾ കയറും. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് സാധനങ്ങളൊക്കെ ഒരുക്കി പുറത്തേക്ക് വെക്കാൻ പോവാണ്. ക്രിബിന്റെ സാധനങ്ങളൊക്കെ കാണാം. സൂപ്പർ വീഡിയോ, സൂപ്പർ ക്രിബ്. അനിയനും ചേട്ടത്തിയാരും കൂടിയിട്ട് ഒരു വലിയ മേശ. എന്റെ മേശ അതേ വലിച്ചു കൊണ്ടുവരുന്നു. ഇത് സീനിയർ സിറ്റിസൺ ആണ് പിടിക്കണത്. അപ്പൊ കൊറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെല്ലാരും ക്ഷമിക്കുന്നറിയാം. പക്ഷെ എന്റെ മക്കള് വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഒരു 50 വയസ്സിന് പോടാ ഞങ്ങൾക്കും ജീവിക്കണ്ടേടാ. ഇനി ക്രിസ്മസ് സാധനങ്ങള് അറിയില്ല, എന്തായാലും പോയി നോക്കാം. ബിസിനസിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഒതുക്കി വെക്കാം. പോരാത്ത നമുക്ക് വാങ്ങാം. കൊടിയാണെന്നുള്ളത് അത് കൊടിയാണ്. അത് പറ്റില്ല. അത് പെരുന്നാൾ വരുന്നുണ്ടേ. അപ്പൊ പെരുന്നാൾക്ക് എടുക്കാട്ടാ. മെറി ക്രിസ്മസ്. മാലയാ ഇതൊക്കെ. ഇങ്ങനെ ഒരു കൊല്ലം ഇരുന്ന എന്റെ പൊടിയുണ്ട്. ഒരു കൊല്ലല്ല, ഒരു കൊല്ലം. കഴിഞ്ഞ വർഷത്തെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ, ഒരു കൊല്ലായിട്ടുള്ളൂ. ഇത് പൊടിയൊക്കെ തട്ടിട്ടാണ് ഉണ്ടാക്കാൻ. ഉണ്ണീശോനെ കാണാനില്ല. ഇവ ചേച്ചി ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണീശോ ആൻഡ് ഇവിടെ ക്രിസ്മസിന് വന്നിട്ടില്ല. ഇത് സീരിയസാ, ഇതിലൊന്നുമില്ല. ഇതിന് ഉണ്ണീശില്ല. ഞാനാണ് ക്യാമറയുടെ പിന്നിൽ നിന്ന് അജയ് ചേട്ടൻ പകരം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. നമ്മളിന്റെ നട്ടും ബോൾട്ടൊക്കെ വെച്ച് സെറ്റ് ആക്കിയില്ലേ. അതായത് കേറണ്ടേ താഴ്ത്തുന്ന് പൊക്കത്തേക്ക് കേറാനുള്ള സ്റ്റെപ്പ്. ഇത് മുന്നുണ്ടാക്കിയതാ. ഞാനമ്മ സൈഡിൽ കൂടെ മുന്നിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഗൈസ്, അങ്ങനെ ഇവിടെ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മള് പകല് വെളിച്ചത്തിൽ തുടങ്ങി, ഇരുട്ടായി, പക്ഷെ ഒന്നും ആയിട്ടില്ല. എന്താണ് ഇവിടെ പരിപാടി? നമ്മൾ ക്രിസ്മസ് ക്രിബിൽ നിന്ന് ക്രിബിൽ നിന്നും ട്രീയിലേക്കൊരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവയ്ക്ക് 9 മണിക്ക് ഉറങ്ങണം. 9 മണിക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഇവയ്ക്ക് കാലത്ത് തല പൊന്തൂല, തലവേദന എടുക്കൂത്ര. പിന്നെ നാളെ രാവിലെ 9 മണിക്ക് പൊന്തൂന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് എപ്പോഴാ കഴിയാന്ന് അറിയില്ല ഗൈസ്. എനിക്ക് വയ്യ. എന്തായി അങ്ങനെ നമ്മുടെ ട്രീ അടിപൊളിയായിട്ട്. നീ എന്ത് ചെയ്യാൻ പോവാ? തെർമോക്കോളൊക്കെ വെച്ച് നിന്റെ ചുറ്റും തെർമോക്കോളുണ്ടല്ലോ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ വന്ന അടിപൊളി. ചില്ലറ സാധനം നല്ലല്ലോ. ഇന്ന് ഉറങ്ങാൻ പ്ലാനില്ലേ? കുഞ്ഞു പുൽക്കൂടൊന്നല്ല, ബാംഗ്ലൂർ റെഫറൻസ് ഒന്ന് കണ്ടോക്ക്. അത് കാണുമ്പോ നമുക്ക് മനസ്സിലാവും. ഇന്ന് ഭയങ്കര കാൽക്കുലേഷനിൽ അതും ഇതൊക്കെ ചേർത്ത് സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. തൊഴുത്ത് മുകളില് കണ്ടംപററി സ്റ്റൈൽ തൊഴുത്താണ് നമ്മളെ. ഇവര് രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പണി സ്പീഡാവും. അങ്ങനെ മുന്നേ ഇവിടെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് പുരോഗമിച്ചിട്ട് വീണ്ടും കാണാം. അതെ, എന്താണ് പരിപാടി? എന്നോട് ആർട്ടിസ്റ്റ് ബേബി കളർ അടിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ മറ്റേ വാട്ടർ കളറിന്റെ സ്മെല്ലടിച്ച് നൊസ്റ്റ് അടിച്ചിരുന്നു. ഇന്ന് നമ്മുടെ 2ാം ദിവസമാണ് പുൽക്കൂടിന്റെ
എല്ലാവരുടെയും ഡേറ്റും. പക്ഷെ ഇത് ഫുള്ള് ഇന്നലെ 2:30 പര്യവസാനിച്ചു. 2:30 അമ്മയും മുന്നോട്ടാ. മുന്നുവിന്റെ പെയിന്റ് അടിയാണ് കാണുന്നത്. ഞാൻ പെയിന്റ് അടിച്ച് വന്നപ്പോ ചെയ്യാങ്ങായിപ്പോയി. എറണാകുളത്തെ ചൈനീസ് റെസ്റ്റോറന്റ് ആയിപ്പോയി. അപ്പൊ ഇതിന്റെ ഭാവനയിലെ നെക്സ്റ്റ് സാധനം എന്താണെന്ന് നമുക്ക് അറിയില്ല. അത് കഴിഞ്ഞ് കാണിക്കാൻ ഇവിടെ കിണറുണ്ടാക്കണം, ഇവിടെ കുറച്ച് കടകൾ ഉണ്ടാക്കണം, കടമുറികൾ. ഇവിടെ ഒരു നെല്ല് സംഭരിച്ച് വെക്കണ അറ ഉണ്ടാക്കണം. അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നറിയില്ല. ഇവിടെ ഒരു വീട് ഉണ്ടാക്കണം. ഇന്നലെ 2 മണി, ഇന്ന് 4:30. ഇരിക്കണമൊക്കെ ഇറങ്ങിയ ഇതാണ് ഞാൻ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കാത്തത്. നോക്കൂലി മാത്രം വാങ്ങിക്കുന്നു. അതായത് ബാക്ക്ഗ്രൗണ്ട് കവർ ചെയ്യാനായിട്ട് തെർമോക്കോൾ കവർ ചെയ്യാൻ വേണ്ടി 2:30 ഇട്ടതാ. ഒരാള് ബെഡ്ഷീറ്റ് എടുത്തോണ്ട് വന്നു, ഒരാള് നൈറ്റ് എടുത്തോണ്ട് വന്നു. ഇത് കട്ട് ചെയ്ത സ്റ്റാർ, ഇത് സൂപ്പർ സ്റ്റാർ. ഞാൻ പഠിച്ചേക്കായിരുന്നു. നമ്മളിവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് കണ്ടൊരു പലചരക്കട. അതെ, പുൽക്കൂട് ഫൈനൽ ടച്ചിലായത്. ചേച്ചി പെയിന്റ് അടിച്ചാണെങ്കിൽ അതിലൊക്കെ ഇന്നലത്തെ നമ്മുടെ ചിയാങ്ങളി കാണണേ. അല്ല, നാളെ രാവിലെ നമ്മൾ കണ്ണു തുറന്നിട്ട് വരുമ്പോഴേക്കും പൂച്ചയുടെ ഒക്കെ കഴുത്തിലും മണിയും നെത്തിരി സ്റ്റാറൊക്കെ. ഇത് ഫൈനൽ ടച്ച് അല്ലേ? ഇതെന്താ അറക്കില്ല, മര അറക്കില്ലേ? ഓ, അറക്കല്ലേ. അങ്ങനെ പുൽക്കൂട് പണിയൊക്കെ കഴിഞ്ഞു. ഒരുവിധമൊക്കെ ഭംഗിയായിട്ടുണ്ട്. നാളെ രൂപങ്ങൾ വെക്കണം, ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ആണ്. കുറേ പണിയും കൂടി ഉണ്ട്. ഡിജി കൊറേ നാളെയല്ലോ നിന്നെ കണ്ടിട്ട്. അതെ, നമസ്കാരം. എന്താ സംഭവം? അതെ, അമ്മ കുറച്ചും കൂടി എന്താണ് ഗിൽറ്റും പേപ്പറും സാധനങ്ങളും മാലകളും സ്റ്റാർസും ഇതൊക്കെ എവിടെയാ? അത് ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് കരോള ഇറങ്ങാം. അയ്യോ, ഈ പച്ചമാലയൊക്കെ കഴിഞ്ഞല്ലോ വാങ്ങിയതാ. പുത്തനാ പപ്പാഞ്ഞുള്ള മാലയത്. ഇത് പപ്പാഞ്ഞല്ല, സ്നോമാൻ അല്ലേ? അപ്പൊ 4-ാം ദിവസം നമ്മുടെ പുൽക്കൂടിന്റെ പണി കഴിഞ്ഞു. ഇവള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇന്നാണ് ജോലി കഴിഞ്ഞത്. ഇന്നാണ് എത്തിയത്. അപ്പൊ എല്ലാ പണികളും ഞങ്ങൾ തീർത്തു. അവളെ വെയിറ്റ് ചെയ്തു. അപ്പൊ അവൾക്ക് ഗമയായി. ഇന്ന് ലാസ്റ്റ് അവള് വന്ന് തീർത്തു എന്ന മൂഡിലെത്തി അവള്. എങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? അവിടെ ആരാ? അത് പൂച്ചക്കൂട്. അത് ഇന്നോട്ടവിടെ പൂച്ച കിടക്കണേ. നമുക്കിപ്പോ ഇവിടെ ഒരു പൂച്ചക്കൂടും ഉണ്ട്, ഒരു പുൽക്കൂടും ഉണ്ട്. ഇതാണ് നമ്മള് ഇത്രയും ദിവസം നമ്മൾ കുറച്ച് ആയിട്ട് ചെയ്തുണ്ടാക്കിയ പുൽക്കൂട്. ഇവിടെ ഒരു ചെറിയ ചെടി തിന്നുന്ന മനുഷ്യൻ, അല്ല ചെടി തിന്നുന്ന പശു, ഇവിടെ മാതാവ്, ഇത് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ആട്ടിടേന്റെ ആണ് വീട്. ഇവിടെയാണ് ഇവര് താൽക്കാലികമായിട്ട് പ്രസവിക്കാൻ വേണ്ടി വന്നത്. വന്നിട്ട് കൊണ്ടുവന്ന് കെടുത്തു. ഓക്കെ, അപ്പൊ ഈ ചേച്ചിയാണ് ഈ പുൽക്കൂട്ടിലെ ഇത്തവണ നമ്മൾ പുതിയതായിട്ട് വെച്ചേക്കുന്ന തായ്ലൻഡിൽ നിന്ന് വന്നേക്കുന്ന ചേച്ചിയാണ്. മൊത്തത്തിലുള്ള വിഷയം കാണിക്കാട്ടോ. ലൈറ്റ് ഓഫ് ചെയ്തമ്മേ. 1 2 3. അങ്ങനെ ക്രിസ്മസ് ആശംസ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്രിസ്മസ് പുൽക്കൂട് കെട്ടി കഴിഞ്ഞു, അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. കേക്ക് ഞങ്ങൾ മുറിച്ച് കഴിച്ചു. അത് വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥ വിശപ്പായിരുന്നു. അടുത്ത വീഡിയോയില് നാളെ രാത്രി അടുത്ത പരിപാടിയായിട്ട് പുതിയ വീഡിയോയില് ഞങ്ങൾ വീണ്ടും വരാം. നാളെ ഇവ ചേച്ചിയുടെ സിംഗിൾ ഗാനമുണ്ട്, സിംഗിൾ കൊയറുണ്ട്. എന്താണ് സമൂഹഗാനം? വീട്ടിലെ പാട്ടുകാരും തവള് പക്ഷെ പാടുന്നത് ഒരു ക്രിസ്മസ് പാട്ട് പാടും രണ്ടുപേരും.
അത് നല്ല ഒരു കുഞ്ഞിപ്പാട്ട്. ആദ്യം ചേച്ചിനെ മാതാവായിട്ടോ കാസ്റ്റ് ചെയ്ത്, പക്ഷെ അത് ശരിയായില്ല. വേറെ ശരിയായില്ലെന്നല്ലേ ചേച്ചി അതിന്ന് പിൻവാങ്ങി. അല്ല, ഒറ്റ ഡയലോഗിൽ അമ്മ ചേച്ചിനെ കാണാൻ മാതാവിന്റെ ചായ ഉണ്ടോന്ന് കമന്റ് അവന്റെ ചായല്ല കാപ്പി പാട് നീ. മഞ്ഞു പെയ്യുന്ന രാവിൽ ഇങ്ങനെയൊക്കെ മഞ്ഞു പെയ്യുന്ന രാവിൽ ഉറങ്ങു പൊന്നുണ്ണീശോയേ, പുതച്ചിടുവാനായി പാടുന്ന പാട്ടു നൽകാം, നിനക്കായി ഞാൻ ഉറങ്ങാതെ കാവൽ നിൽക്കാം, മാലാഖമാരേ ദേവദൂതരേ ഞാനും പോന്നോട്ടേ, പുൽക്കൂട്ടിൽ നിങ്ങൾക്കൊപ്പം കാവലായി. അപ്പൊ നമ്മുടെ പുൽക്കൂട്ട് റെഡി, ക്രിസ്മസ് റെഡി, എല്ലാം റെഡി. എല്ലാരും പോയി ക്രിസ്മസ് എൻജോയ് ചെയ്യാം. എല്ലാരും അമ്മയ്ക്ക് മുന്നിൽ മാത്രം കൊടുത്താൽ മതി. ചേച്ചിക്കും അടിപൊളി. പുൽക്കൂട് നന്നായിട്ടുണ്ട്. എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയർ അടിച്ചു പൊളിക്കുക. അടുത്ത വർഷം പുതിയ റെസൊല്യൂഷൻ ഒക്കെ എടുത്ത് സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാം. ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഹാപ്പി പറയാൻ വേണ്ടി നിൽക്കുക.